പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് തട്ടത്തിൻ മറയത്തില് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും തട്ടത്തിൻ മറയത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കാണാൻ ഉണ്ടായിട്ടില്ല. സീൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. നിവിന്റെ സിസ്റ്റർ ആയിട്ട് സന്ധ്യ ചേച്ചി അത്ര ചേച്ചി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലായിരുന്നു. വിനീതേട്ടൻ വിളിച്ചോ ആർട്ടിസ്റ്റ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞോ? വിനീതേട്ടൻ ഇപ്പം തീരാന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിലായതുകൊണ്ട് കണ്ടിട്ടില്ല. പുള്ളി നോർത്ത് ബെൽഗോമിലാ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ വിളിച്ചിട്ടില്ല. എന്തായാലും കാണുന്നു പറഞ്ഞു. അടിപൊളി. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ തട്ടത്തിൻ മറയത്ത്. പക്ഷെ എനിക്ക് ആ സമയത്ത് ശ്രീരാമനെ അറിയില്ലായിരുന്നു. ഞാൻ ചുമ്മയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റിൽ വന്നപ്പോഴാണ് നിങ്ങളെ അറിയുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇൻഫാക്ട് ഒരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു. തട്ടത്തിൻ മറയത്തിൽ ഒരുപാട് രസകരമായിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു സ്റ്റണ്ട് ചെയ്യാണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സ്റ്റണ്ട് ചെയ്യുന്ന തട്ടത്തിൻ മറയത്തിൽ. മണിക്കുട്ടൻ, നിവിൻ, സണ്ണി അവരെല്ലായിട്ടുള്ള സീനിലാണ് ഞാൻ വരുന്നത്. അപ്പം ആ സീനിൽ മണിക്കുട്ടൻ ബൈക്കിൽ വരുമ്പം ഓടിപ്പോയി തല്ലുന്ന സീനാണ്. അപ്പം ആദ്യത്തെ ടേക്കിൽ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു തല്ലാനൊക്കെ. ഞാൻ ആദ്യമായിട്ട് അതും വലിയൊരു ആർട്ടിസ്റ്റിനെ കയറിയിട്ട് എങ്ങനെ തല്ലാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ തല്ലി. അപ്പം രണ്ടാമത്തെ ടേക്ക് അടുത്ത ടേക്കായിരുന്നു. ഇൻഫാക്ട് റിഹേഴ്സലായിരുന്നു. അപ്പോൾ ടേക്ക് ആയപ്പം വിനീതേട്ടൻ പറഞ്ഞു, നന്നായി ചെയ്തോ, നന്നായി ചെയ്യാൻ പറ്റുന്നു, നന്നായി പെരുമാറിക്കോ. വിനീതേട്ടൻ പറഞ്ഞു നന്നായിട്ട് പെരുമാറിക്കോളെന്ന് പറഞ്ഞു. അപ്പം ഈ സീൻ എടുക്കുന്ന സമയത്ത് നമുക്കൊരു കണ്ടിന്യൂസ് ഷോട്ടാണ്. മണിക്കൂറിനെ ചേസ് ചെയ്ത് നമ്മളൊരു സ്ഥലം വരെ എത്തി ഉരുട്ടി തല്ല. അതായിരുന്നു സീൻ. അപ്പൊ അവിടെ എത്തുന്ന വഴിക്ക് ഒരുപാട് വടികളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞങ്ങളും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക അത് ഡമ്മി വടികളായിരിക്കും. അതിനെപ്പറ്റി അതുകൊണ്ട് തല്ലിയൊന്നും വരില്ലല്ലോ, ഡമ്മി അല്ലേ. ആദ്യം മണിക്കൂട്ടൻ ഓടി, ഞങ്ങൾ പിന്നാലെ ഓടുന്നു. ആദ്യം ഡമ്മി ക്രിക്കറ്റ് ബാറ്റ് വെച്ച് കുറെ തല്ലി. അത് കഴിഞ്ഞിട്ട് മണിക്കൂട്ടൻ ഓടി ചേസ് ചെയ്ത് മണിക്കൂട്ടൻ ഓടി പിന്നാലെ ചേസ് ചെയ്യുമ്പം എനിക്കൊരു വടി എടുക്കണം. ഞാൻ വടി എടുക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് വടി പോരുന്നില്ല. അത്രയും വെയിറ്റുള്ളൊരു വടി, ഒറിജിനൽ വടി വരുന്നത്. ഇത് ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ ഈ സംഭവം ഒറിജിനലാണ്. മണിക്കൂട്ടൻ കിടന്ന് ബാക്കി നിവിനെല്ലാം തല്ലുന്നുണ്ട്, സണ്ണിയും തല്ലുന്നുണ്ട്. ഞാൻ ഇത് കാല് തട്ടാതെ ഞാൻ നിലത്ത് തല്ലിക്കൊണ്ടിരിക്കാം, ഭയങ്കര ഇതിൽ തല്ലിക്കൊണ്ടിരിക്കാം. അപ്പം മണിക്കൂട്ടൻ വിചാരിച്ചു, അയ്യോ ഇവനെന്താ എൻ്റെ കാല് തല്ലാത്തതെന്നുള്ള അതാ തോന്നുന്നു, അത് കാലിലെന്താ തല്ലാത്ത. അപ്പം തല്ലിക്കോട്ടേന്ന് വെച്ചിട്ട് മൂപ്പര് കാലിങ്ങനെ വെച്ചു വന്നു. അയ്യോ കാലിന് ചെറുതായിട്ടൊന്ന് കൊണ്ടു. അപ്പം പുള്ളി സീൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ഇത്രയും നന്നായിട്ട് അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അയ്യോ അയ്യോ. പക്ഷെ ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു വർക്കിംഗ് വിത്ത് മണിക്കുട്ടൻ, നിവിൻ ആൻഡ് സണ്ണി വെയിൻ. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു നല്ലൊരു ഫ്രണ്ടാണ്. റസൂലും നല്ല ബൈ പേഴ്സണും സണ്ണി ഭയങ്കര രസമാണ് സംസാരം. നിവിൻ ഓൾസോ, നിവിന്റെ കൂടെ 1983 ചെയ്തപ്പോഴും ഇറ്റ് വാസ് 1983 നിവിന്റെ പേരായിട്ടില്ല, വൈഫായിട്ട് ചേച്ചിയായി വന്ന് വൈഫായി മാറിയെന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അതെനിക്ക് ഇഷ്ടമാണ്. ശ്രീരാമന്റെ വൈഫായി വന്നു. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് ഞാൻ ഷൈൻ ടോം ചാക്കോയുടെ വൈഫായിരുന്നു അന്നേ റസൂലും. അത് ഉഗ്രൻ ക്യാരക്ടർ ആയിരുന്നു അന്നേ റസൂലിനെ, പറയാതിരിക്കാൻ വയ്യ. അത് വേറൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് രാജീവേട്ടൻ പിന്നെ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാം കംഫർട്ടബിൾ ആണ്, പക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു എല്ലാവരും. നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, നേരത്തെ അറിയുന്ന. ഇപ്പം ഷൈനാണെങ്കിലും സൗബൻ, ഷാനു ഫഹദിന്റെ കൂടെ ഞാൻ ഓൾറെഡി 20FK കഴിഞ്ഞിട്ട് ഞാൻ അന്നേ റസൂലാണ് ഫഹദിനെ വിളിച്ചത്. അപ്പം അങ്ങനെ അപ്പം എനിക്ക് അറിയുന്നവരല്ലേ എല്ലാവരും. അപ്പോൾ ഭയങ്കര പിന്നെ എല്ലാം കൊച്ചിയിൽ തന്നെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. നമ്മളറിയാം രാജീവേട്ടൻ, പിന്നെ മധുവേട്ടൻ ക്യാമറ ചെയ്ത മധുവേട്ടൻ, പപ്പുച്ചേട്ടൻ എന്ന് സെക്കൻഡ് ക്യാമറ, എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, നമ്മുടെ നമ്മുടെ ഏട്ടന്മാരാണ് എല്ലാവരും. അപ്പോൾ എനിക്ക് ഗംഭീര അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അവരുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല അതിലൊരു വലിയ ഫേമസ് ഡയലോഗ് ഇല്ലേ, നീ പ്രേമിച്ചോടാമത്തെ. അതെ അതെ അതെ. അത് എല്ലാം രാജീവേട്ടൻ നേരത്തെ വന്ന് ഇങ്ങനെ പറയും,
ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതും സിങ് സൗണ്ട് ആയിരുന്നു. പക്ഷെ നമുക്ക് സിറ്റുവേഷൻസ് ആണ് കൂടുതലായാലും. ഇപ്പൊ നമുക്കിങ്ങനെ ഒരു ഔട്ട്ലൈൻ തരും, ഇന്ന പോലെയാണ്. അപ്പൊ ഇനിയിപ്പോൾ സ്ട്രെൻഡയുടെ രീതിയിൽ എങ്ങനെയാ പറയാൻ, ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഒരുപാട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്നതാ ഈ സമയത്ത് നമുക്കിത് പറയാം, അത് നല്ലതായിരിക്കും എന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞതാണത്. അതെന്തോ ഭാഗ്യത്തിനത് നന്നായി. ഷൈനാണെങ്കിലും ഭയങ്കര രസമാണ് ഷൈൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഗംഭീര നല്ല നല്ല ആക്ടറാണ്, നല്ല ആക്ടറാണ് ഷൈൻ. സണ്ണി ആണെങ്കിലും നമുക്ക് എല്ലാവരും അറിയുന്ന ആൾക്കാർ, നല്ല രസമാണ്. ഭയങ്കര ലൈഫുള്ള പടമാണ് അത്. അതെല്ലാവരും ശരിക്കും അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ് ആയി ശരിക്കും. അത് രാജീവേട്ടനാണ്. ഹാറ്റ്സ് ഓഫ് രാജീവേട്ടൻ, മധുവേട്ടൻ എല്ലാവരും ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ചെയ്തത് സന്തോഷ് ചിക്കാനം, സേതുനാഥ്, രാജീവേട്ടൻ, ഇവരുടെ 3 പേരായിരുന്നു. അപ്പൊ അവർക്ക് ഒരു നല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊന്നും നാച്ചുറൽ ലൈറ്റ്സ് ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ ആ പടത്തിൽ? അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആർട്ടിസ്റ്റ് വന്നപ്പോൾ വേറൊരു ഇത്. ഇപ്പം 1983 ചെയ്തപ്പോൾ അത് വേറൊരു ഇത്. അതും പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഷൈൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഷൈൻ ചേട്ടൻ നേരത്തെ അറിയാം. ബ്രിഡ് ഷൈൻ ആണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ ഷൈൻ ചേട്ടനെ എനിക്കറിയാം. ഷൈൻ ചേട്ടൻ്റെ കൂടെ ഒരു ഷൈൻ ചേട്ടൻ്റെ ഡെബ്യൂ മൂവി ഫോട്ടോഗ്രാഫിയിൽ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ഫിലിം ഞാനും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകാലം ഞാനും ആർട്ട് ഡയറക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറന്നുപോയി. ആർട്ട് ഡയറക്ടർ, ഞാൻ ഡയറക്ഷനായിരുന്നു. ഞാൻ അങ്ങ് തമിഴ് ഇൻഡസ്ട്രിയിലായിരുന്നു. എനിക്ക് നയൻതാര കണ്ട വിശേഷമൊക്കെ പറഞ്ഞു. നയൻതാര മൈൻഡ് ചെയ്ത് അതിപ്പോ ഉണ്ടാക്കിയൊരു കഥയാണ്. ഇല്ല, നയൻതാര മൈൻഡ് ചെയ്തില്ല. ആരോ പറഞ്ഞു. അയ്യോ, ഗജിനിയൊക്കെ ആർട്ട് ഡയറക്ഷൻ ചെയ്ത സുനിൽ ബാബു എന്ന് പറഞ്ഞിട്ടൊരു എനിക്കറിയാം. സുനിൽ ബാബു സാർ നിനക്കറിയാം, ഇവർക്കറിയില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കറിയാതെ ഞാൻ വലിയ ഇതിൽ പറഞ്ഞു തന്നു വെച്ചാല് കാസിനോവയുടെ സമയത്ത് സിൻസാറിന്റെ അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു. കാസിനോയുടെ ആർട്ടും ചെയ്ത് ജഗൻ ചേട്ടൻ, പിന്നെ പൂജയൊക്കെ അറിയാം, പൂജ രമേശ്. അവിടെ പൂജേനെ ഭയങ്കര ഫ്രണ്ട് ആട്ടോ. അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ട് ഡയറക്ഷൻ അസിസ്റ്റന്റ് ആവാൻ വേണ്ടി പോയത്. ആ വഴി അഭിനയത്തിലേക്ക് കടക്കാലോ എന്ന് വെച്ചിട്ട്. പക്ഷെ അത് എന്തോ ഇതിന് തമിഴിൽ നടന്നില്ല. ആ സമയത്താണ് മലർവാടിയിലേക്ക് ഓഡീഷന് വേണ്ടിയിട്ട് വിനീതേട്ടൻ വിളിക്കണേ. അങ്ങനെ ഓഡീഷനിൽ കയറി 20 പേരെ സെലക്ട് ചെയ്തു. അതിലൊരാളായിട്ട് പിന്നെ ചുമ്മാ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. റീച്ച് ആയിരുന്നു. ചുമ്മാ പ്രമോദ് മോഹൻ ആണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം മിനി സ്ക്രീനിലൊരു ന്യൂ ജനറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കഴിഞ്ഞു. ഭയങ്കര ക്ലോസ് അപ്പ് അവരെല്ലാവരുമായിട്ട്. എല്ലാവരും നല്ല, ഇപ്പം കുറേ പേർക്ക് സിനിമ കിട്ടി, കുറേ പേര് സിനിമയിലേക്ക് വന്നുമായിരുന്നു. പവിത്ര എൻ്റെ കൂടെ റാസ്പുട്ടനിൽ അഭിനയിച്ചു അല്ലേ? നല്ലൊരു സാധനം ചെയ്തേക്കുന്നത് പവിത്ര. കാറ്റ് വുമൺ ആയിട്ട്. കാറ്റ് വുമൺ എക്സ്പീരിയൻസ് എനിക്കൊന്ന് മലയാള സിനിമയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. കാറ്റ് വുമൺ ആയിട്ട് പവിത്ര ഫൈറ്റ് ഒക്കെ ഉണ്ട്, ഗംഭീര സീനായിരിക്കും അത്. ആൻഡ് റാസ്പുട്ടനും നല്ല, അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നമ്മളെല്ലാവരും വിനയ്, അജു, ബാസി, ഞാൻ, ശ്രിത, പിന്നെ ജമീല എന്ന് പറഞ്ഞിട്ട് ഒരു സ്പാനിഷ് വിമൻ, അതാണ് അജുവിന്റെ പേരായിട്ട് വരുന്നത്. പിന്നെ പവിത്ര സ്പെയിനിൽ നിന്നുള്ളൊരു, സ്പെയിനാണോ സ്വീഡൻ ആണോ എന്ന് എനിക്കറിയില്ല. മലയാളം, ഷീസ് എ തിയേറ്റർ ആർട്ടിസ്റ്റ്. അപ്പം പഠിക്കാനുള്ള ഒരു ലേണിംഗ് ഭയങ്കര ഇതാണ്. ഡയലോഗ്സ് ഒക്കെ കൊടുത്താലും വായിക്കുക, അങ്ങനെയൊക്കെ വായിച്ചിട്ട് അങ്ങനത്തെ ഒരുപാട് ഡയലോഗ്സ് ഒന്നും ഇല്ല. ലാസ്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ എക്സ്പീരിയൻസ്. അത് എനിക്ക് തോന്നുന്നു അതും 1983 ഒരുമിച്ചായിരിക്കും. ഓ മൈ ഗോഡ്, 2 പടങ്ങൾ ഒരേ സമയത്ത് റിലീസ് ചെയ്യും. ചാൻസസ് എനിക്കറിയില്ല കേട്ടോ, എൻ്റെ എപ്പോഴാണ് റിലീസ് ആവുന്നതെന്നൊന്നും. റിലീസ് ആവുമ്പോൾ അവിടെ കല്യാണം അവിടെ പാല് കാച്ചെന്ന് പറഞ്ഞ സ്ഥിതിയായിരിക്കും. റിലീസ് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ പോയി മാറി തിയേറ്ററിൽ പോയി സിനിമ വേണ്ടി വരുന്ന സ്ഥിതി. അതെ, വേണ്ടി വരും. ഇല്ല, അത് എനിക്ക് തോന്നുന്നു രണ്ടും നല്ല സിനിമയാവാൻ ചാൻസസ് ഉണ്ട്. 1983 പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ്.
ഒരു ഫ്രഷ്നെസ് വേറെ തന്നെ ഒരു ലുക്കാ അല്ലേ നിവിന് ഒരു 2-3 ഗെറ്റപ്പ് ഒരു ലുക്ക്, ഒരു വേരിയേഷൻ ഗെറ്റപ്പ്, ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ്. അത് നിവിന് നല്ല, എനിക്കൊന്ന് നിവിന്റെ കരിയറിലും ഇറ്റ് വുഡ് ബി എ ഗുഡ് എക്സ്പീരിയൻസ് ആയ ഗുഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് അല്ല ഒരു ഇനി എന്ത് നോക്കാൻ ഭാഗ്യവാൻ എന്നൊക്കെ അതൊന്നുമല്ല. ആസ് എൻ ആക്ടർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഫിലിം തിയേറ്ററിലും ഈവൻ എൻ്റെ സബ്ജക്റ്റും ഇറ്റ്സ് നൈസ്. പിന്നെ എൻ്റെ ക്യാമറ, എൻ്റെ എല്ലാം മൊത്തത്തിൽ ഇറ്റ്സ് ഗുഡ്, നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലേക്ക് കിടക്കും. ഞാൻ അതിൻ്റെ ഇടയിൽ വേറൊരു സിനിമ ചെയ്തിട്ടോ, ഷാജൻ കരുൺ സാറിന്റെ. അതാരാണ്? അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ കാര്യത്തിൽ. അതിനെ പറ്റി പറയാൻ അന്യ റസൂലും കണ്ടിട്ടാ ഷാജി സാർ വിളിക്കുന്നത്, രാജീവേട്ടനെ വിളിച്ചേ. അങ്ങനെ ചെയ്തു ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് സോപാനം, ജയറാമേട്ടന്റെ. അതും നല്ലൊരു എക്സ്പീരിയൻസ്. കഴിഞ്ഞു അതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, ആൻഡ് ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. അത് ഭയങ്കര ലക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ടർ എന്നുള്ള നിലയിൽ എന്നെ അംഗീകരിച്ചു എന്നുള്ളൊരു, അതുകൊണ്ടാണല്ലോ നമ്മളെ വിളിച്ചെന്നൊക്കെയുള്ളൊരു ഒരു സന്തോഷമുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് അത് പറയണ്ടേന്ന്, അതുകൊണ്ടാണ്. മനസ്സിലായി. എല്ലാരും എനിക്ക് ഞാൻ സത്യത്തിൽ ഞാൻ ഒന്നും മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോണതാ. ഞാൻ എപ്പോഴും ഓർക്കും ഇപ്രാവശ്യമെങ്കിലും നല്ല നീറ്റായിട്ട് ഭയങ്കര ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കണം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ശ്രീറാമിന്റെ ആദ്യത്തെ ഓണല്ലേ, ഓണത്തിന് ശേഷം പറ. എന്റെ ആദ്യത്തെ ഓണം പറയാൻ ഉദ്ദേശിച്ചത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം എന്നാണ്. അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെയൊക്കെ പറയാം. അതെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. കോഴിക്കോട് വെച്ചിട്ടായിരിക്കും അധികം ആദ്യത്തെ ഓണം. ഞങ്ങൾ നന്നായി ആഘോഷിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണം, സിനിമ റിലീസ് ആയിട്ടുള്ള അടിപൊളി ഹിറ്റ് ആയിട്ടുള്ള അടിപൊളി ഓണം. എനിക്ക് ശ്രീറാമിന് ഭയങ്കര സ്പെഷ്യൽ. അപ്പൊ ചെലവുണ്ട്, എനിക്ക് ഇന്ന് ഇവിടുന്ന് ചെലവ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. അത് വേണ്ട, നീ കുടിച്ചാൽ മതി. എന്നിട്ട് പറ വേറെ എന്താ? എന്റെ ഓണം ഞങ്ങൾ ഇവിടെ എപ്പോഴും കൊച്ചിയിൽ തന്നെ എന്താ പറയാ, ഓണം വീട്ടിലിരുന്ന് TV കാണാ. സദ്യ. ഞങ്ങൾക്കൊരു നെയ്ബറുണ്ട്, ഓമന ചേച്ചി എന്ന പേര് കേട്ടോ. എല്ലാ പ്രാവശ്യവും എനിക്ക് വായിൽ ഇപ്പോഴേ വെള്ളം വരുന്നു. ഓമന ചേച്ചിയുണ്ട്, മാഷുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീദേവി. അപ്പൊ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ നെയ്ബേഴ്സ്. ഇവര് കോമ്പറ്റീഷനാണ്. രാവിലെ മുതലേ വിളിക്കും, സുണ്ട ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിന് എന്തായാലും അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ല, എല്ലാ പ്രാവശ്യവും ഞാൻ പോകും. ഇല്ല എല്ലാ പ്രാവശ്യം പോകും. എല്ലാ പ്രാവശ്യം വഴക്കാണ്. അഥവാ ഞാൻ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ പോയില്ലെങ്കിൽ ഞാൻ 2 വീട്ടിലും പോകും ഭക്ഷണം കഴിക്കാൻ. സത്യം, എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചിക്കറി ഒക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ. ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി, പിന്നെ പായസമൊക്കെ ഇഷ്ടമാണ്, അച്ചാറൊക്കെ ഇഷ്ടമാണ്, സാമ്പാറൊക്കെ ഇഷ്ടമാണ്, പുളിശ്ശേരി എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അന്ന് ഫുൾ കഴിക്കലായിരിക്കും ഫുൾ ടൈം. എന്നിട്ട് പിന്നെ ടിവിയിലൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നില്ല, കഴിക്കുന്നതിന് മാത്രമേ ഓണത്തിന് ശ്രദ്ധ കൊടുക്കാറുള്ളൂ. പൂടും. അയ്യോ സോറി, മറന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ പുലർത്താൻ. ഇല്ല പൂവിടും. പിന്നെ മിക്കപ്പോഴും ഓണത്തിന്റെ സമയത്തായിരിക്കും എന്റെ ബർത്ത്ഡേ. ഈ പ്രാവശ്യം നേരത്തെ കഴിഞ്ഞുപോയി. അല്ലാത്തപ്പോ മിക്കപ്പോഴും അങ്ങനെയല്ല, മിക്കപ്പോഴും ഓണമൊക്കെ അടുക്കുകയൊക്കെ ഇരിക്കും. ഒന്നെങ്കിൽ ഓണം ആ സമയത്തൊക്കെ ഇരിക്കും എന്റെ ബർത്ത്ഡേ. അപ്പം എനിക്ക് ഓണം ഭയങ്കര സന്തോഷം. കുറെ ഡ്രസ്സൊക്കെ കിട്ടും, ഡ്രസ്സൊക്കെ വാങ്ങിക്കും. പിന്നെ എന്താണ് ഇങ്ങനെ ഫുൾ കറങ്ങാനൊക്കെ പോവും. പിന്നെ എനിക്ക് അന്നത്തെ ദിവസം പുറത്തിറങ്ങാൻ ഇഷ്ടമില്ല, കാരണം ടിവിയിൽ ഫുൾ സിനിമ, ഭക്ഷണം കഴിക്കണം, പിന്നെ സിനിമയൊക്കെ ഉണ്ടാവില്ല, സിനിമയൊക്കെ ഇരുന്ന് കാണും. പിന്നെ ഇങ്ങനെ ഇതേപോലെ എല്ലാവരുടെ ഇങ്ങനെ ഭയങ്കര കളർഫുൾ പരിപാടികളൊക്കെ ആയിരിക്കില്ല. പിന്നെ വീട്ടിലെല്ലാ റിലേറ്റീവ്സ് ഒക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ഫണ്ണായിരിക്കും. അതാണ് എന്റെ ഓണം. എനിക്ക് പിന്നെ വേറെ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല.